ആലപ്പുഴയിൽ പക്ഷിപ്പനി പടരുന്നതായി സൂചന. അമ്പലപ്പുഴ നോർത്ത്, സൗത്ത്, പള്ളിപ്പാട് എന്നിവിടങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിൽ 3 മാസത്തേക്ക് പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തി. അതേസമയം ജില്ലയിൽ പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനെതിരെ ഹോട്ടൽ ഉടമകൾ ഇന്ന് സൂചനാ സമരം നടത്തും. വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഉൾപ്പെടെ 1500 ഹോട്ടലുകൾ സമരത്തിന്റെ ഭാഗമാകും. കോഴി, താറാവ്, കാട വിഭവങ്ങൾക്ക് ജില്ലയിൽ നാളെ വരെയാണ് നിരോധനമുള്ളത്. ശരത്തുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ശരത്ത്, ഇന്ന് ആലപ്പുഴ ചിക്കൻ ഫ്രീ ആണ്. ആലപ്പുഴയിൽ പോയി ചിക്കൻ കഴിക്കാൻ ആരും വിചാരിക്കേണ്ട, ചിക്കൻ കിട്ടൂല. ചിക്കൻ മാത്രമല്ല, ഒരു ഭക്ഷണവും ഇന്നിപ്പം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കടയൊക്കെ അടഞ്ഞു കിടക്കുക. ശരത്തെ, കാര്യമൊക്കെ എങ്ങനെയാ രാവിലെ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ആലപ്പുഴയിൽ ഈ പറയുന്ന പോലെ ചിക്കൻ വിഭവങ്ങൾ അല്ലെങ്കിൽ ചിക്കൻ, താറാവ്, കാട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഇന്നിപ്പോൾ ആലപ്പുഴയിൽ ലഭ്യമല്ല. ഇന്നല്ല, ഇന്നും നാളെയും നിരോധനമുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഹോട്ടലുകൾ സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ആലപ്പുഴയിലെ 1500ഓളം, അതായത് വെജിറ്റേറിയൻ ഹോട്ടൽ ഉൾപ്പെടെ 1500ഓളം ഹോട്ടലുകളാണ് ഇത്തരത്തിൽ അടച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഹോട്ടലുകൾ മുന്നിലുള്ള ബോർഡൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇന്നലെ ഒട്ടിച്ച ബോർഡാണ്. കട അവധിയായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഹോട്ടൽ ഉടമകൾ ഇത്തരത്തിൽ ഹോട്ടലിന് മുന്നിൽ ഇത്തരം ബോർഡുകളും ഇത്തരം നോട്ടീസുകളും ഒക്കെ തന്നെ പതിപ്പിച്ച് ഈ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു അറിയിപ്പായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ സമരത്തിലേക്ക് കടക്കാൻ പ്രധാന കാരണം ഈ ചിക്കൻ വിഭവങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതാണ്. അതായത് ശീതീകരിച്ച ചിക്കൻ വിൽക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു ഹോട്ടൽ ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഇത് ഇന്നലെ കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിൽ പോലും അതിലൊരു തീരുമാനം വന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സൂചനാ സമരം നടത്താൻ വേണ്ടി ഹോട്ടൽ ഉടമകൾ തീരുമാനിക്കുകയായിരുന്നു. നമുക്കിപ്പം ഹോട്ടൽ ഉടമകൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ സമരത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം? പ്രധാന കാരണം ചിക്കൻ വിഭവങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്നില്ല. കാര്യം പക്ഷിപ്പനി ആയത് കാരണം കളക്ടർ ഉത്തരവിട്ട് പ്രകാരം ഞങ്ങൾക്ക് ചിക്കനൊന്നും ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആകെ കൂടിയുള്ളത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഫ്രോസൺ ചിക്കൻ അലൗഡ് ചെയ്ത് തരണം. ഫ്രോസൺ ചിക്കൻ ആകുമ്പോൾ എല്ലാവർക്കും ഈ KFC-ക്കാർക്കും ഇവർക്ക് അതാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ചിക്കൻ വേണ്ട, ഫ്രോസൺ ചിക്കൻ അലൗഡ് ആക്കി തരികയാണെങ്കിൽ ഞങ്ങൾ കട തുറക്കാന്നുള്ള ഒരു കണ്ടീഷനാണ്. ഇന്ന് മാത്രമാണ് ഇപ്പോൾ സമരം. ഇന്ന് മാത്രം സൂചന സമരം ഇന്ന് മാത്രമാണ് ഉള്ളത്. ഇന്നും കൂടെ കളക്ടർ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യം നമുക്ക് ഫ്രോസൺ ചിക്കൻ വിൽക്കാൻ അനുമതി കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥാപനങ്ങളും തുറക്കാൻ. കാരണം ഈ ടൂറിസ്റ്റ് വരുന്ന സമയമാണ്. ഞങ്ങളൊക്കെ വരുന്ന ദിവസമാണ്, അവധിക്കാലം കൂടിയാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂലേ? മറ്റ് സംവിധാനങ്ങൾ എന്താ ഉള്ളത് അവിടെ? ആലപ്പുഴയിൽ എത്തുന്നവർക്കും കുമരകത്ത് എത്തുന്നവർക്കും ഒക്കെ ഇത് ഹൗസ് ബോട്ടുകാർക്കും ഒക്കെ ബാധകമാണോ? അരുൺകുമാർ, അത് തന്നെയാണ് വലിയ പ്രതിസന്ധി. കാരണം പുതുവത്സരം ബന്ധപ്പെട്ട് ആളുകളൊക്കെ തന്നെ ആലപ്പുഴയിലേക്ക് ടൂറിസം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായൊക്കെ തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചേട്ടൻ ചാവടിക്കാൻ വേണ്ടി ആണ്. കട അവധിയായി അറിഞ്ഞില്ല. പക്ഷിപ്പനിയെ തുടർന്ന് ഇപ്പോൾ ഹോട്ടലുകളിൽ അടച്ചിട്ട് സമരത്തിലേക്കാണ്. രാവിലെ സ്ഥിരം ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് ഇവിടെ കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇതെങ്ങനെ ആളുകളൊക്കെ തന്നെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ ചേട്ടൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതായിരുന്നു. ഈ കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ഈ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളൊക്കെ തന്നെ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടൽ ഉൾപ്പെടെ 1500-ൽ പരം ഹോട്ടലുകൾ ഇത്തരത്തിൽ അടച്ചിട്ടിട്ടുണ്ട്. നമുക്കിപ്പം ഹോട്ടൽ ഉടമകൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, നിലവിൽ ഇപ്പോൾ ഈ സമരം ഇന്നിപ്പോൾ അവസാനിപ്പിക്കുമെങ്കിലും നാളെ മുതൽ വീണ്ടും തുടർ സമരങ്ങളിലേക്ക് ആലോചിക്കുന്നുണ്ടോ? തുടർ സമരത്തെക്കുറിച്ച് KHRയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ്. ഇന്ന് സൂചന പണിമുടക്കാണ് ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ശരിക്കും ആലപ്പുഴ എല്ലാവരും ബാധിക്കുന്ന അത് ഉന്നത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനും മന്ത്രിതലത്തിൽ ചർച്ചകൾ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് സമരം അവസാനിക്കട്ടെ. അവർ പറഞ്ഞതുപോലെ ഫ്രോസൺ ചിക്കൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്, പക്ഷേ അത് എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളതാണ് പ്രശ്നം. അമ്പലപ്പുഴ നോർത്ത്, സൗത്ത്, പള്ളിപ്പാട് എന്നിവിടങ്ങളിൽ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി പടരുന്നതായിട്ട് സൂചനയുമുണ്ട്. ഈ ഉത്സവകാലം, പ്രത്യേകിച്ച് അവധിക്കാലമാകുമ്പോൾ, യാത്രാകാലമാകുന്ന സമയത്ത് ഈ പക്ഷിപ്പനി വരുന്നത് കച്ചവടത്തെ ബാധിക്കുന്നു, ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതും വലിയ ഒരു ആശങ്കയാണ്.